ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ചിലപ്പോ കുറച്ചു പേർക്കൊക്കെ പറ്റുമായിരിക്കും. ഇന്ന് നമ്മളിൽ പലരും വലുതായിട്ട് മൈൻഡ് കൊടുക്കാത്ത റേറ്റ് ആണല്ലേ ഈ ചുരിദാറ്. പക്ഷെ പണ്ട് എത്രത്തോളം ആഗ്രഹിച്ചിട്ടാ ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം നമ്മളിൽ പലർക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്തോ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എന്റെ കാര്യം അങ്ങനെയായിരുന്നു. അത് പിന്നെ അങ്ങനെ ആണല്ലോ. കുട്ടിയായിരുന്നപ്പോ നമ്മളിൽ പലർക്കും നല്ല നീളമുള്ള ഡ്രസ്സും ഷോളും ഒക്കെ ഇട്ട് നടക്കാനായിരുന്നിരിക്കും താല്പര്യം. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും എന്നെ കുട്ടിയായിട്ട് കാണാനാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് കൂടുതൽ ഫ്രോക്ക് ഒക്കെയാ വാങ്ങി തന്നോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പറഞ്ഞാണ് എനിക്കൊരു ചുരിദാർ വാങ്ങി തരുന്നത്. ഒരു ആകാശനീല കളറ്. ഇതല്ലാട്ടോ, വേറെ ഒരെണ്ണം. പിന്നെ അതിന്റെ യൂണിഫോം ആയിരുന്നു. എവിടെ പോയാലും അതന്നെ. പക്ഷേ ഈ സാധനത്തിന് ഞാൻ വെറുതെ തുടങ്ങിയ ഒരു സമയമുണ്ട്. നമ്മുടെ ഗേൾസിന്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് പീരീഡ്സ്. ആ സമയത്ത് ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് തരും. ഈ തരുന്നതിൽ കൂടുതൽ ചുരിദാർ തന്നെയായിരിക്കും. പിന്നെ ഈ കിട്ടിയതൊക്കെ തീരാണ്ട് എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് വേറെ ഡ്രസ്സ് എടുത്ത് തരത്തില്ല. അങ്ങനെ ഇട്ടിട്ട് വെറുത്തൊരു സാധനമാണ് ഈ ചുരിദാർ. പിന്നെ ഇപ്പോഴത്തെ പോലെ ഒരുപാട് മോഡൽസ് ഒന്നും വന്നില്ലല്ലോ, അതുകൊണ്ട് ഫുൾ റിപ്പീറ്റേഷൻ തന്നെ. ഇപ്പൊ പിന്നെ വെറുത്ത് അതിനൊടുവില് എനിക്ക് പുള്ളി ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. എന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു 10 വർഷം പുറകിലോട്ട് പോയ ഫീലാ തോന്നുന്നത്. ദേ ഈ ഇട്ടേക്കുന്ന മാലയും ഈ ടൈപ്പ് ചുരിദാറും ഈ സ്റ്റൈൽ ഷോളിടലും പിന്നെ ദേ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലും അന്നത്തെ ട്രേഡ് മാർക്ക് ആയിരുന്നു. കാലം മാറിയില്ലേ. ഇന്നിപ്പോ ഇതിന്റെ ഒരുപാട് മോഡേൺ വിഷൻസ് ഉണ്ട്. അതാവും നമ്മളിൽ പലരും ഇടുന്നത്. ഈ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത ചുരിദാർ എന്റെ കയ്യിൽ ദേ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. എന്തായാലും ഇട്ട് വന്നപ്പോ എനിക്കിഷ്ടായി. ഒരു ഭംഗിയൊക്കെ ഉണ്ട്. നിങ്ങൾ പറ, എങ്ങനെയുണ്ട്? രസല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.